ജോഷില ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജോഷില, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉണ്ടോ? ആരെങ്കിലും ഇനിയും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന വീടിനകത്തേക്കും മണ്ണിടിച്ചിലുണ്ടായി, മണ്ണ് വീണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ജോഷില തന്ന വിവരമനുസരിച്ച് വീട്ടിൽ ആൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടോ? പരിശോധന നടപടികളില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കൈമാറാനുള്ള വിവരം. അവിടെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇപ്പോഴും ആളുകൾ ആ വീടിനുള്ളിൽ ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടിൻ്റെ മതിലുകൾ ഒക്കെ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുഴയുടെ നേരെ മേലെയുള്ള വീടാണ്. മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ, അതായത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് മറ്റ് വീടുകൾക്കൊന്നും കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. മീനാക്ഷി പാലത്തിൻ്റെ മേൽ മണ്ണ് വന്നു നിന്നു. മീനാക്ഷി പാലത്തിന് അപ്പുറവും ഇപ്പുറവും അതുപോലെ തന്നെ ആ മേപ്പാടി ചൂരൽമല റോഡ് മുഴുവൻ തടസ്സപ്പെട്ടു. തുരങ്കപാത ജോഷില, മീനാക്ഷി പാലം കടന്നാണോ മേപ്പാടിയിലേക്കും ചൂരൽമലയിലേക്കും പോവുക? എന്താണ് അതിന്റെ ഒരു ഭൂമിശാസ്ത്രം? മേപ്പാടിയിൽ നിന്നും, അതായത് കൽപ്പറ്റ റോഡിൽ നിന്നും മേപ്പാടിയിൽ നിന്ന് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കും പോകുന്ന റോഡാണ്. ആ റോഡിനിടയിലാണ് ഈ തുരങ്കപാത, കള്ളാടി തുരങ്കപാത എന്ന് പറയുന്ന സ്ഥലമുള്ളത്. കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നത് മേപ്പാടി ചൂരൽമല റോഡാണ്. മേപ്പാടി ടൗണിൽ നിന്നും ചൂരൽമലയിലേക്ക് പോകുന്ന റോഡാണ്. ആ ചൂരൽമല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ചൂരൽമലയിലേക്കുള്ള ഗതാഗതമാണ് തടസ്സപ്പെട്ടത്. ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങൾ ആകെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും അവിടേക്കുള്ള മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തൊഴിലാളികൾ ഇനി പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. 6 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ ശരീരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൈമാറാനുള്ള ഒരു വിഷമകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തിയവരിൽ ഒരാളുടെ നില ഗുരുതരമായിരുന്നു. അയാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നേരത്തെ വാർഡ് മെമ്പർ കൈമാറിയ വാർത്തയാണത്. അത് രണ്ടും സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് തൊഴിലാളികൾ ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ, ഫ്രാൻസിസ് അടക്കമുള്ള ആളുകൾ ദൂരെ അവിടെ കയറ് കെട്ടിക്കൊണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങുന്നത്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നത്, അതായത് ഈ തൊഴിലാളികൾ മണ്ണിനടിയിൽ പെടാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ മണ്ണിനടിയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധ്യത. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറ് കെട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് മീനാക്ഷി പാലത്തിന് അപ്പുറത്തുള്ള ഭാഗമാണ്. അവിടേക്ക് കയറ് കെട്ടിയിട്ട് അവർ പോവുകയാണ്, തിരച്ചിൽ നടത്താനായി പോവുകയാണ്. ആ മണ്ണിനടിയിൽ, അതായത് അതിൻ്റെ തൊട്ട് മേലെയുള്ള ഭാഗത്ത് നിന്നാണ് മണ്ണിടിഞ്ഞ് വന്നിട്ടുള്ളത്. അതിനിടയിൽ തൊഴിലാളികൾ പെട്ടുപോയിട്ടുണ്ടോ, അതിൻ്റെ മേലെ നിന്നും താഴേക്ക് വരുമ്പോൾ താഴെയാണ് തൊഴിലാളികൾ ഉണ്ടാകാനുള്ള സാധ്യത. ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവിടേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നീങ്ങുന്നത്. കയറ് കെട്ടി, ഒരു വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ടാണ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ ആരെങ്കിലും ബാക്കിയായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ സജീവമായ രീതിയിൽ നടക്കുകയാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നല്ല മഴയുണ്ട്. അല്പസമയം ഒരു ആശ്വാസമുണ്ടായിരുന്നു നേരത്തെ, എന്നാൽ ഇപ്പോൾ വീണ്ടും നല്ല മഴ പ്രദേശത്തുണ്ട്. അത് ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ട്. കാരണം മണ്ണിടിച്ചിൽ അത് ഇനിയും ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അട്ടമല ചൂരൽമല ഭാഗത്തേക്ക് ഉള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. അവിടെ ആളുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ആളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. പോകുന്നതാണല്ലോ, അവിടെ ഇനി ആരെങ്കിലും കിടക്കുന്നുണ്ടോ? അതാണോ ഈ കയറ് പിടിച്ച് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ട്രെച്ചർ അടക്കമുള്ള ഉപകരണങ്ങളുമായി മുകളിലേക്ക് പോവുകയാണ്? അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ പോകുന്നത്? അവിടെ ഇനി ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. നീല ഷർട്ടിട്ടിരിക്കുന്ന ആളാണ്.
നമ്മൾ നേരത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ട ആളാണ് ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ആണ്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഇവിടെയുള്ള പ്രവർത്തകരാണ് മറ്റുള്ളവരെല്ലാം തന്നെ. അവർ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആളുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം സ്ട്രക്ചർ അടക്കം എടുത്ത് അവിടേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. കാരണം മീനാക്ഷി പാലത്തിന് അപ്പുറത്താണ്. അവിടേക്ക് ഒരു ഭാഗത്ത് ആളുകൾ പോകുന്നത് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഇവിടുന്ന് കാണുന്ന ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു ഭാഗത്ത് മണ്ണെടുക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിന് ഇപ്പുറത്ത് മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് വടം വെട്ടിക്കൊണ്ട്. എന്തായാലും അതിനുള്ളിൽ